ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ഈവനിങ് ടൈമിലുള്ള ഒരു വീഡിയോ ആട്ടോ. ആക്ച്വലി ഇത് കുറച്ച് ദിവസമായ വീഡിയോ ആണ്. അപ്പോൾ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനും ഒന്നും ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എടുത്തതാണല്ലോ എന്നോർത്ത് ഞാൻ ദേ ഇപ്പോൾ ഇതൊന്ന് അപ്ലോഡ് ചെയ്യുവാണ്. അപ്പോൾ ഈവനിങ്ങിൽ ഇട്ട വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ ഞാനിതേ കുറച്ച് രസം വെക്കാൻ വേണ്ടിയിട്ട് പുളിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടു. പിന്നെ രസം ഞാൻ മല്ലിയില ഇട്ടാട്ടോ വെക്കുന്നത്. കുറച്ച് മല്ലിയില കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മുടെ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് കേട്ടോ ഒറ്റക്കെട്ട് മല്ലിയിലയ്ക്ക് ആകെപ്പാടെ 9 രൂപ ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഇവിടെ അങ്ങനെ കേട്ടോ, അത്ര വിലയൊക്കെ ഉള്ളൂ മല്ലിയിലയ്ക്ക്. നമുക്കാണെങ്കിൽ ഒത്തിരി യൂസ് ഒന്നുമില്ല, കണ്ടമാനം നമ്മൾ കറിയിലൊന്നും ഇടാറുമില്ല. ഇവിടുത്തുകാരൊക്കെ നല്ല രീതിക്ക് മല്ലിയിലയും പുതിനയിലയൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. ഇലകൾ നല്ലതായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മൾ അത്രയ്ക്കും ഇതൊന്നും ഇല്ല. എന്നാലും എനിക്കിഷ്ടമാണ് മല്ലിയില ഈ സാമ്പാറിലും അതുപോലെ നമ്മുടെ രസത്തിലും ഒക്കെ കുറച്ച് ഇടുന്നത് നല്ലതാണല്ലോ. അതുപോലെ ബിരിയാണിയൊക്കെ വെക്കുമ്പോഴാണെങ്കിലും മേടിച്ച് വെക്കുവാണെങ്കിൽ ഓക്കെ ഇടാമല്ലോ എന്നോർത്ത് ചിലപ്പോൾ ഇങ്ങനെ വാങ്ങും കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ട് ആദ്യക്കുട്ടിനെ സ്കൂളിൽ വിളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ആദ്യക്കുട്ടിനും വന്ന വഴിക്ക് ആദ്യക്ക് പപ്സ് രാവിലെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് വലിയ വായി ബഹളമായിരുന്നു കേട്ടോ. ചില സമയം ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് വാശി പിടിക്കുവേ. അപ്പം ഞങ്ങൾ ഓർത്തു എന്തായാലും മേടിച്ചു കൊടുക്കുന്നില്ല, കാരണം ചുമയാണ്, നല്ല ചുമയുണ്ട്. അപ്പം വേറെ എന്തെങ്കിലും മേടിച്ച് തരാമെന്ന് പിന്നെ ഞാൻ ഈവനിങ് ആയപ്പോഴത്തേനും പറഞ്ഞു. രാവിലെ പിന്നെ ഒക്കെ നമ്മൾ മേടിച്ച് തരത്തിൽ അവൻ ഉറപ്പായിരുന്നു. പിന്നെ കാർച്ചയും ബഹളമൊക്കെ നിർത്തിയായിരുന്നു സ്കൂളിൽ പോയത്. പിന്നെ എന്നാലും നമുക്കൊരു സങ്കടം വരുമല്ലോ, ഒരു കുഞ്ഞ് ഐസ്ക്രീം ആണല്ലോ എന്ന് ഓർത്ത്. പക്ഷേ ചുമയായതുകൊണ്ട് കേട്ടോ മേടിക്കാഞ്ഞത്. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു പപ്സ് മേടിച്ച് തരാമെന്ന് കേട്ടോ. അത് അതിലും വലിയ പണിയായി പോയായിരുന്നു. അത് നമുക്ക് പിന്നീട് പറയാം. ഇതിപ്പം എന്താണ്, അവിടെ ഒരു കടയിൽ നല്ല ചൂട് പപ്സ് കിട്ടും. അങ്ങനെ പോയി പപ്സും പിന്നെ എന്താണ് നമ്മുടെ പേടയും പിന്നെ ഒരു 1-2 ഇവിടുത്തെ ഒരു സെറ്റ് കുക്കിയും അങ്ങനെ കുറേ സാധനമൊക്കെ മേടിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അതെല്ലാം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങൾ രണ്ടുപേരുടെ ഇരുന്ന് കളിച്ചു കേട്ടോ. അവൻ വന്നു കഴിയുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് കളിയും എല്ലാം കഴിയും. പിന്നെ താഴെ ചില സമയം ഇറക്കിക്കൊണ്ട് പോകും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചുമ്മാ ഇവിടെ ഇരുന്നപ്പോഴത്തേന് ഈ ഒരു കുഴലുണ്ടല്ലോ, ഇത് ഇവൻ്റെ ബ്രൗൺ പേപ്പറില്ലേ, ബുക്ക് പൊതിയുന്ന പേപ്പറിൻ്റെ ഒരു കുഴലാട്ടോ. അതിൻ്റെ ഇങ്ങനെ ചുറ്റി വെച്ചിരുന്ന സാധനമാണ്. അപ്പോൾ അതെടുത്ത് ചെവി വെച്ചപ്പോഴല്ലോ നല്ല ഈ കടലരമ്പുന്ന പോലത്തെ ഒരു സൗണ്ട്. അപ്പം ഞാൻ പറയുമായിരുന്നു, അവനും വെച്ച് കേൾപ്പിച്ച് കൊടുത്തതാ. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു ദിവസം കൂടെ ആദ്യം എന്നോട് ഒരു ശംഖ് കണ്ടപ്പോൾ പറഞ്ഞു, അമ്മേ എവിടെയോ കേട്ടിട്ടാ അമ്മേ ഇത് ചെവിയിൽ വെച്ചാൽ സീയുടെ സൗണ്ട് കേൾക്കാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ അവനെ ഒന്ന് കേൾപ്പിച്ച് കൊടുത്താൽ കറക്റ്റ് സൗണ്ട് അല്ലേ ഇത്, സീയുടെ ഇതിനകത്ത് കേൾക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്താ ഒരു കുഴൽ നമ്മൾ ചെവി വെച്ചെന്ന് പറഞ്ഞാൽ അതുപോലൊരു എരമ്പുന്ന ഒരു സൗണ്ടാണ് മുഴങ്ങുന്നത്. അപ്പം അതൊക്കെ വെച്ച് ചുമ്മാ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആദ്യക്കുട്ടൻ്റെ ഫോൺ വിളിയാണ്, ഞാൻ കേൾപ്പിക്കാവേ. പിന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുണ്ട് എന്തായാലും ഒരു ക്രെയിൻ എന്തായാലും കമ്പി കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു, മറ്റേ ടവർ ക്രെയിൻ ആണോ എന്നാ നിങ്ങൾ കണ്ടെന്ന് എന്തായാലും ഒരു കമ്പി ആ ബിൽഡിങ്ങിലായിട്ട് ഇങ്ങനെ ചെന്ന് കുത്തുന്ന എന്തായാലും കണ്ടോ, ചെറിയതായിട്ട് പോകുന്നത്. എന്നാ ഈ ക്രെയിൻ അപ്പോൾ വർത്താനം കേട്ടാൽ തോന്നത്തില്ലേ ഭയങ്കര ഒറിജിനലായിരുന്നു. എന്തൊരു ഒറിജിനാലിറ്റി ആയല്ലേ. പിന്നെ കയ്യിലിരിക്കുന്നത് ഒറിജിനൽ ഫോണല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ച ഒരു സാധനമാണ്. അപ്പോൾ ഇത് അവൻ്റെ ഒരു വണ്ടിയാണ്, നല്ലൊരു വെറൈറ്റി വണ്ടി. എനിക്കത് വലിയ ഇഷ്ടമാണ്. ഞാനത് കളയാതെ എടുത്ത് മാറ്റി വെക്കും, അവൻ പിന്നെയും കൊണ്ടുവന്ന് ഇവിടെ ഇട്ടേക്കും. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു രസത്തിന് അതും അതുപോലെ ആദ്യക്കൂട്ടം വീഡിയോയിൽ സംസാരിക്കുന്നതൊക്കെ ചുമ്മാ ഒരു രസത്തിന് കാണിച്ചു കേട്ടോ. വലുതാകുമ്പോഴും നമുക്കിങ്ങനെ പിന്നെ കാണാമല്ലോ, ഫോണിൽ കിടക്കുന്ന വീഡിയോസ് എല്ലാം എന്തായാലും കുറച്ച് കഴിയുമ്പോൾ പോകും. അപ്പം ഞാൻ അതുകൂടെ അങ്ങനകത്ത് ജസ്റ്റ് ആഡ് ചെയ്തു കേട്ടോ. പിന്നെ ഇതേണ്ട നമ്മൾ നാട്ടിൽ പോകുന്ന സമയമാണ് പറയുന്നത്, നാട്ടിൽ പോവുകയാണല്ലോ. അപ്പോൾ ആദ്യക്കുട്ടന് ഞാനിങ്ങനെ ഓരോന്നും നോക്കുന്ന ടൈമിലാണ് ഈ ഒരു സാധനം അലമാരി ഇരിക്കുന്ന കണ്ടോ കേട്ടോ. അപ്പോൾ അവന് എന്താ ഇതിലിങ്ങനെ ഇവന് ഞെക്കാൻ അറിയത്തില്ല. ഇങ്ങനെ അത് ഞെക്കുമ്പോഴത്തേനും ആ ഒരു മുയലിൻ്റെ ചെവി ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുവേ. അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ, നല്ല രസമല്ലേ, എനിക്ക് വലിയ ഇഷ്ടമാണ് അത്. അപ്പോൾ ഇവനത് യൂസൊന്നും ചെയ്യത്തില്ല, അവന് ഭയങ്കരമായിട്ട് വേർക്കും കേട്ടോ പെട്ടെന്ന് ചെവിയിൽ ഇങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ അവനത് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ ചുമ്മാ കുറച്ച് നേരം അതൊന്ന് വെച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൻ എൻ്റെ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചുകൊണ്ട് പോകുന്ന കണ്ടത്. അവന് ഇഷ്ടമല്ലെങ്കിൽ കൂടെ ഞാൻ എന്നെ എടുത്താലും അവനത് വേണം, അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അപ്പം ഞാനും അവനോട് ഏത് നേരം ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചുമ്മാ വഴക്കുണ്ടാക്കും കേട്ടോ. അപ്പോൾ കുറേ നേരം എന്താ ആദ്യക്കുട്ടിനെ ഞാൻ അതെങ്ങനെ ചെയ്യുന്നേ അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവൻ എന്തോ ടി വിയിലെ കാര്യങ്ങളൊക്കെ കേട്ടോ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടി വി പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഓണാണ്, കാരണം അവന് ടി വി അവൻ കാണത്തില്ല. അവനിങ്ങനെ ബിൽഡിംഗ് സെറ്റും വെച്ചുകൊണ്ടിരിക്കും. എന്നാലും ഉണ്ടല്ലോ ഫുൾ ടൈം വീട്ടിലിങ്ങനെ ടി വി ഓണാക്കി വെച്ചേക്കും. അപ്പോൾ എന്തോ കുറേ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം അവനൊരു രസം. അപ്പോൾ അതങ്ങനെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി എന്തുകൊണ്ടൊക്കെ പറയുമായിരുന്നു. പിന്നെ ഞങ്ങൾ വേണ്ട
ഓരോ ചായ കുടിക്കാമെന്ന് ഓർത്തു. ഇവനാണെങ്കിൽ കഫക്കെട്ട് പോലൊക്കെ ഉണ്ട്, ചുമയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ലൈറ്റായിട്ട് ആക്കി. അല്ലെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ അത്യാവശ്യം പാല് ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടെ മാത്രം ഒഴിച്ചൊക്കെ കൊടുക്കും കേട്ടോ. ഇന്നിപ്പോൾ നല്ല ലൈറ്റാക്കി എടുത്ത് ബ്രൂ കാപ്പിയും ആക്കി കൊടുത്തു കേട്ടോ. ഈ ചായക്ക് ഇച്ചിരി കൂടെ കാപ്പിയെക്കാട്ടിലും തണുപ്പാണല്ലോ, ചായ തണുത്തതും കാപ്പി ചൂടുവാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം ഞാനിങ്ങനെ കഫക്കെട്ടൊക്കെ പോലെ തോന്നുമ്പോഴത്തേനും കാപ്പി വെച്ച് കൊടുക്കും കേട്ടോ, കാപ്പിയാക്കി കൊടുക്കും. അപ്പം അതൊക്കെ കഴിഞ്ഞു, അവൻ്റെ നല്ല തണുപ്പിച്ച് എല്ലാം സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് സ്കൂളിൽ പോകുന്നതിന് മുന്നിൽ രസത്തിനുള്ള പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പോകും പുളിക്കകത്ത്. അപ്പോൾ കുറേ നേരം കഴിയുമ്പോൾ നല്ലതായിട്ട് ആ പുളിയുടെ ആ ഒരു പുളിപ്പെല്ലാം നമ്മളിങ്ങനെ പിഴിയുമ്പോൾ തന്നെ ഫുള്ള് പുളിവെള്ളം ഊർന്ന് പോരും കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഒത്തിരി ഇട്ടിങ്ങനെ പിഴിയണം. പിന്നെ നന്നായിട്ട് അതെല്ലാം വിട്ടു പോരുവേ. അങ്ങനെ ഞാൻ മല്ലിയിലയൊക്കെ കുറച്ചിട്ട് രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഇതാകുമ്പം ചുമയ്ക്കും എല്ലാം കൂട്ടാമല്ലോ. പിന്നെ ആദ്യക്കുട്ടനും ഇഷ്ടമുള്ളൊരു കറി കേട്ടോ രസം. പിന്നെ പണ്ടേ ഫേവററ്റാണ്. എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിലൊക്കെ ഒരു വെള്ള രസം ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അതായത് ഈ മുളകിന് പകരം പുളി പിഴിഞ്ഞിട്ട്, അതും എനിക്ക് പച്ചപ്പുളിയാണോ ഈ ഒരു കളറല്ലായിരുന്നു, എന്താണേലും വെള്ള രസം എന്നാണ് പറഞ്ഞത്. പച്ചമുളകും ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ രസം വെക്കുമ്പോൾ എപ്പോഴും അമ്മമ്മയുടെ കാര്യം ഇങ്ങനെ ഓർക്കും, അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫ്. അപ്പോൾ ദേണ്ട നമ്മൾ രസമൊക്കെ വെച്ചു. അതെല്ലാം കഴിഞ്ഞ് ഞാനും പോയി ഞാനും ആദ്യക്കുട്ടനും കൂടെ കേട്ടോ വിളക്കൊക്കെ കത്തിച്ചു. അപ്പോൾ വെളിയിൽ അത്യാവശ്യം വെട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അത് ഈ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ കുറച്ചുകൂടെ വെട്ടം തോന്നും. എന്നാലും ഇപ്പം ഇച്ചിരി താമസിച്ച് സന്ധ്യയാവുന്നൊരു ഇതാന്ന് തോന്നുന്നു കേട്ടോ. ചില സമയം നേരത്തെ സന്ധ്യയാകുമല്ലോ, 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഇരുട്ടും. ചില സമയം 6 മണിയൊക്കെ ആയാലും നല്ല പകൽ പോലെ വെട്ടവും കാണും കേട്ടോ. അതൊക്കെ ഒരു സൂര്യൻ കറങ്ങുന്നതിനനുസരിച്ചുള്ള വ്യത്യാസമാണല്ലോ അല്ലേ. ഇപ്പം എന്നാലും നല്ല വെട്ടമുള്ള സമയമാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനും ആദ്യക്കുട്ടനൂടെ പുറത്ത് പോയി കേട്ടോ. ആദ്യക്കുട്ടന് കളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം എന്തേ ഞങ്ങൾ പുറത്തോട്ട് പോയി. നോക്കടാ എന്നിട്ട് നാം വീണോ? അപ്പം ഈ താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആദ്യക്കുട്ട ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഓക്കെയാണ്. എന്നാലും ഞാൻ ഭയങ്കര പോസ്റ്റ് അടിച്ച് വെറുതെ നിൽക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ വീട്ടിലോട്ടോ ശില്പ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. ഇവിടെ കുറേ പിള്ളേരുണ്ട് കളിക്കാൻ വേണ്ടി, പക്ഷേ എനിക്ക് വർത്താനം പറയാൻ വേണ്ടിയിട്ട് ആരുമില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ഇവരുടെ കൂടെ കളിയൊക്കെ കണ്ട് നിന്ന് കഴിഞ്ഞ് കയറി പോകാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവേ. പിന്നെ പറ്റേ ആദി ഈ ഡ്രസ്സിലെല്ലാം ചെളിയായിട്ട്. അങ്ങനെ ഗൈസ് ഞാൻ നമ്മുടെ ആദ്യക്കുട്ടനെ പിടിച്ച് കയറ്റി കൊണ്ടുപോവാ. സമയം 7:15. ആണോ? ഞാനല്ലേ പറഞ്ഞതെന്ന്. ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുവാടാ. അങ്ങനെ പോന്നു ഓടി. ഇവിടെ ആണോ അതി? എന്നാ അടുത്ത കയറിക്കോ. ബായ്, ഞാനിങ്ങോട്ടാണേ. ബായ് അതി. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞത് ഞങ്ങൾ തിരിച്ച് കയറി കേട്ടോ. ഞാൻ വെറുതെ നിന്നിട്ട് ഇത്രയും മടുത്തു പോയത് അങ്ങനെ അറിയത്തില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് പാല് നോക്കിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഹസ്ബൻഡ് വന്നപ്പോൾ ചായ വെക്കാൻ. അപ്പോൾ ഇൻസ്റ്റമാർട്ടിൽ ഞാൻ വേഗം തന്നെ പാലും മുട്ടയൊക്കെ കൂടെ അങ്ങ് ഓർഡർ ചെയ്തിട്ട് ഓരോ ചായയൊക്കെ വീണ്ടും വെച്ച് ഞാനും ആദ്യം കൂടെ കുടിച്ചു കേട്ടോ. ചായയല്ല, ബ്രൂ കോഫി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം.